കർത്താവിൽ നോമ്പുകാരെ, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി പിതാവായിരുന്ന വിശുദ്ധ മോർ മോശെ ബർക്കേഫ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള വിവരണത്തിൽ ഇപ്രകാരം പറയുന്നു. പുരോഹിതൻ വിശുദ്ധ കുർബാനയിൽ അപ്പം കയ്യിലെടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഇതെൻ്റെ ശരീരമാകുന്നു. മഷിഹ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ ശരീരമെന്ന് നാമകരണം ചെയ്ത അപ്പം കന്യകയിൽ നിന്നെടുത്ത ശരീരം തന്നെയാണോ, അതോ അതുകൂടാതെ മറ്റേതെങ്കിലുമാണോ? ആ വീഞ്ഞ് കന്യകയിൽ നിന്നെടുത്ത രക്തമാണോ, അതോ അതുകൂടാതെ മറ്റേതെങ്കിലുമാണോ? നാം പറയുന്നു, ഇത് കന്യകയിൽ നിന്നുള്ള അവൻ്റെ ശരീരവും രക്തവുമാകുന്നു. ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെയുള്ളവരോടും നാം പറയുന്നു, ആദിയിൽ തൻ്റെ വലതു കൈയിൽ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് അതിനെ മാറ്റി ആദാമിൻ്റെ ശരീരമാക്കി തീർത്തവൻ ഈ അപ്പത്തെയും മാറ്റി കന്യകയിൽ നിന്നുള്ള വചനമായ തൻ്റെ ശരീരമാക്കി. അത് തന്നെ ഈ വീഞ്ഞിനെയും മാറ്റി കന്യകയിൽ നിന്നുള്ള രക്തമാക്കി തീർത്തു. വീണ്ടും മെസ്രൈമിൽ വെച്ച് കുഞ്ഞാടിൻ്റെ ശരീരമെടുത്ത പരിശുദ്ധ റൂഹ മെസ്രൈനിൽ നിന്ന് എബ്രായക്കാരെ വിടുവിച്ചതുപോലെ ഈ അപ്പത്തെയും പരിശുദ്ധ കന്യകയിൽ നിന്നുള്ള ശരീരമാക്കി തീർത്തു. അതുപോലെ വീണ്ടും വീഞ്ഞിനെയും പരിശുദ്ധ കന്യകയിൽ നിന്നുള്ള രക്തമാക്കി തീർത്തു. നാം അറിയുക, അങ്ങനെ തന്നെ ഇന്നും പട്ടക്കാരൻ കാഴ്ചയണയ്ക്കുന്ന അപ്പത്തെയും വീഞ്ഞിനെയും പരിശുദ്ധ റൂഹ കന്യകയുടെ ഉദരത്തിൽ ഇറങ്ങി അവളിൽ നിന്നുമുള്ള ശരീരത്തെ വചനമായ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാക്കി തീർക്കുന്നു. അവൻ തന്നെ ബലിപീഠത്തിന്മേൽ ഇറങ്ങുമ്പോൾ അതിന്മേൽ വച്ചിട്ടുള്ള അപ്പത്തെയും വീഞ്ഞിനെയും പട്ടക്കാരൻ്റെ കൈകളാൽ അണയ്ക്കുകയും അർപ്പിക്കുകയും ചെയ്യുമ്പോൾ മറിയാമിൽ നിന്നെടുത്ത വചനമായ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാക്കുന്നു. വീണ്ടും നാം അറിയുക, മെസ്രൈനിൽ നിന്ന് മാളിക മുറി വരെ ഈ രഹസ്യം ന്യായപ്രമാണമായും മോശൈകികമായും ഉപമാനമായും ശരീരവും രക്തവുമായി ശുശ്രൂഷിക്കപ്പെട്ടു. എന്നാൽ മാളിക മുതൽ ലോകാവസാനം വരെയും യഥാർത്ഥമായും നിഴലല്ലാതെയും വചനമായ ദൈവവും വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ ശരീരവും രക്തവുമായിരിക്കും. ഈജിപ്ത് മുതൽ മാളിക മുറി വരെ ഈ രഹസ്യം കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവും കൊണ്ട് പ്രതീകാത്മകമായി പൂർത്തീകരിച്ചു. എന്നാൽ മാളിക മുതൽ ലോകാന്ത്യം വരെ നമ്മുടെ കർത്താവായ മശിഹായുടെ ശരീരം കൊണ്ട് പൂർത്തീകരിക്കപ്പെടണം. അനുഗ്രഹീതരെ, വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പുതിയ നിയമ പെസഹായായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരവും രക്തവുമാകുന്നതായ വിശുദ്ധ കുർബാനയെപ്പറ്റിയാണ്. മെസ്രൈമിൽ വെച്ച് കുഞ്ഞാടിൻ്റെ ശരീരമെടുത്ത പരിശുദ്ധാത്മാവ് എബ്രായക്കാരെ വിടുവിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നതായ അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നയിപ്പാനും പാപങ്ങളിൽ നിന്ന് വിടുതൽ നമുക്ക് നൽകുവാനും ഇടയാകുന്നു, നമ്മളെ രക്ഷിക്കുന്നു എന്ന രഹസ്യമാണ് പുതിയ നിയമ പെസഹായായ വിശുദ്ധ കുർബാനയിലൂടെ. ഈ പെസഹ പെരുന്നാളിൽ നാമും ഓർക്കുക, ആദിയിൽ വലത് കൈയിൽ മണ്ണെടുത്ത് അത് ആദാമാക്കി മാറ്റിയതുപോലെ പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം വചനം ശരീരം ധരിച്ചു എന്നുള്ളതുപോലെ അതേ രഹസ്യം തന്നെ പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ എടുക്കുന്ന അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരമാകുന്നതായ രഹസ്യാത്മകതയാണ് ഈ പുതിയ നിയമ പെസഹ എന്ന വിശുദ്ധ കുർബാനയിൽ ഉൾക്കണ്ണുകളിലൂടെ നാം കാണുന്നത്. അതിനാൽ ഈ പെസഹ പെരുന്നാൾ, രഹസ്യങ്ങളുടെ വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നതായ ഈ ദിനം കർത്താവിൻ്റെ തിരുശരീര രക്തമാകുന്ന രഹസ്യങ്ങളാണ് ഈ വിശുദ്ധ കുർബാന എന്ന് ധ്യാനിച്ച് പഴയ നിയമ നിഴലിനെ പുതിയ നിയമത്തിൽ പൊരുളാക്കി മാറ്റിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനും പാപങ്ങളിൽ നിന്നുള്ള വിടുതലും ലഭ്യമാകുവാൻ പുരോഹിതൻ്റെ കരങ്ങളിലെടുക്കുന്നതായ അപ്പവും വീഞ്ഞും തിരുശരീര രക്തമാകണമേ, പുതിയ നിയമ പെസഹയാകണമേ, അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെസഹ പെരുന്നാളിനെ നമുക്ക് ആചരിക്കാം. ആമേൻ.